എന്ത് സയ്യിദ് കുടുംബമാണ്? എന്ത് ശരീഅത്തിന്റെ കുടുംബമാണ്? സയ്യിദ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേതാവ് ഉണ്ടാവുക. ആരാ സയ്യിദ്? ജനങ്ങളുടെ നേതാവ്. അതാണോ നിങ്ങൾ? അല്ലെങ്കിൽ സയ്യിദ് അല്ല. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലേ, അവർ പ്രസംഗിക്കുകയും അവർ ഭരിക്കുകയും ജനങ്ങളെ വേണ്ടതെല്ലാം പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന അത് സയ്യിദാണ്, ജനങ്ങളുടെ നേതാവാണ്. അപ്പോൾ സയ്യിദ് എന്ന് പറഞ്ഞ നേതാവ് എന്നാണ്. നേതാവും അല്ലാത്ത നിങ്ങളെന്താ എങ്ങനെ സയ്യിദാവും? അല്ല, നിങ്ങളെങ്ങനെ തങ്ങളാവും? അല്ല. അപ്പൊ നിങ്ങളേതോ തങ്ങളെ മക്കളാണ്, മക്കളായി ജനിച്ചത് കൊണ്ട് നിങ്ങളെയും തങ്ങൾ എന്ന് വിളിച്ചു പോകുന്നതല്ലാതെ ഒരു കുടുംബത്തെ എന്താ ഉൽപ്പോ അഡ്രസ്സോ എന്താണ് പറയാ, കുടുംബ പാരമ്പര്യ പേരുകൾ അത് വിളിക്കുന്ന എന്ന് പോലെ അല്ലാതെ തങ്ങള് മകനായതുകൊണ്ട് തങ്ങളാവില്ല. റസൂലുള്ള എപ്പ തങ്ങളായി? ആ പ്രശ്നം. റസൂലുള്ള അവിടുത്തെ മുസ്ലിം അല്ലായിരുന്നു. മുസ്ലിം റസൂലുള്ളാഹിന്റെ ഉത്ഭവം. റസൂലുള്ളാഹാണ് ഇസ്ലാമിന് ജന്മം നൽകുന്നത്. അവിടെ ഇസ്ലാം ഇല്ലായിരുന്നു. അവിടെ മുശ്രിക്കുകൾ എന്നത് യൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇസ്ലാം ഇല്ല. റസൂലുള്ളാഹാണ് ഇസ്ലാമിന് ജന്മം നൽകുന്നത്. ആണോ? അപ്പോ ആ പ്രദേശത്ത് ലോകത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉള്ളായിരുന്നു. ഇബ്രാഹിം നബിന്റെ കുടുംബം പോലും ഇല്ല. അല്ല, ആ കുടുംബം എന്ന് പറഞ്ഞത് ആ മതം പോലും ഇല്ല. എന്താണ്, ശോഷിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇബ്രാഹിം നബിന്റെ ആളുകൾ അള്ളാഹുവിൽ വിലയം പ്രാപിച്ച്, ആ ഇബ്രാഹിം നബിയെ പോലെ അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അള്ളാഹുവായി ഇരിക്കുന്നവർ ലോകത്ത് എന്നും ഉണ്ടായിരുന്നു. അവര് കഅബ ഷരീഫിലും അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇബ്രാഹിമിന്റെ ആസ്ഥാനം കഅബ ഷരീഫ് ആയതുകൊണ്ട് അവിടെ കഅബ ഷരീഫിലും അവിടുന്നാണ് റസൂലുള്ളാഹി കണ്ടുമുട്ടുന്നത്. ആരെ? ഇബ്രാഹിമിന്റെ ആളുകൾ, സൂഫത്തിന്റെ ആളുകൾ കണ്ടുമുട്ടി റസൂലുള്ളാഹിയിട്ട് അവരായിട്ട് ചങ്ങാത്തം വെച്ച് അങ്ങനെ അവരിൽ നിന്ന് ഇബ്രാഹിം നബിയെ പറ്റിയും ആ അള്ളാഹുവിനെ കുറിച്ചും പ്രപഞ്ചനാഥനെ കുറിച്ചും അവൻ്റെ സൃഷ്ടികർമ്മങ്ങളും അതൊക്കെ അവർ സൂഫത്തിൻ്റെ ആളുകൾ അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അള്ളാഹു ആയവർ പകർന്നു കൊടുത്ത് റസൂലുള്ളാഹിക്ക്. അതിലൂടെയാണ് റസൂലുള്ളാഹ് മുളച്ച് വളർന്നത്, അള്ളാഹുവിലേക്ക് വികസിക്കുന്നത്. അങ്ങനെ ആ ചിന്തയിലും ആ ഇതിലുമായി റസൂലുള്ളാഹി അവസാനം ഹിറാ ഗുഹയിലൂടെ ഏകാന്തവാസത്തിലും ആയി, ചിന്തയിൽ ഏകാന്തവാസത്തിലായി. അങ്ങനെ താനും തനിക്കൊന്നുമില്ല, യാതൊന്നുമില്ലാതെ അള്ളാഹുൽ മാത്രം ഒഴുകി ഒരു വിത്ത് അല്ലൊരു ബീജം ഗർഭത്തിലേക്ക് പോകുന്ന പോലെ റസൂലുള്ളാഹി പ്രകാശമായി, നൂറിലായി പ്രകാശമായി തൻ്റെ ഗർഭത്തിലേക്ക് ഹിറാ ഗുഹയിലേക്ക് പോയി. അവിടെ നിന്ന് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അഷ്ഹദു അൻ ലാ ഇലാഹയും ഇലാഹിന്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്ന അന്ന മുഹമ്മദ്. അതാ മറ്റേ സൂറത്ത് നജ്മില് 1, 2, 3 വാക്യങ്ങൾ പറഞ്ഞ് സഹീബുക്കും, ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്നതാണ് നിങ്ങളുടെ ആൾ, അദ്ദേഹം വഴി പിടിച്ചതോ അബദ്ധം പിണിഞ്ഞതോ അല്ല എന്ന് പറഞ്ഞ ഖുർആൻ. അതിന് അതിൻ്റെ വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും പറയുന്നുണ്ട്. നോക്ക്, അങ്ങനെ ആ പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇലാഹിന്റെ ഗർഭ ഭൂമിയിലേക്ക് ആ പ്രകാശം ഇറങ്ങി വന്നതിനാണ് അന്ന ഇലാഹിൽ നിന്നും പുറപ്പെട്ടു വന്ന രണ്ടാമത്തെ മുഹമ്മദ് റസൂൽ. ആരാണ്? അല്ലാഹു ആണ്. ആ മനുഷ്യൻ പോയി, ആദ്യത്തെ മുഹമ്മദ് എന്ന മനുഷ്യൻ പോയി. ഇപ്പം ആ പ്രകാശത്തിൽ പോയി അനമിനൂരില്ലാഹി, അതിലൂടെ അഷ്ഹദു അൻ ലാ ഇലാഹയും ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലല്ലയായും വന്ന മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ഉള്ളത്. അപ്പോ ആ മുഹമ്മദ് റസൂലുള്ളാഹിലൂടെ അള്ളാഹു വെളിവായി ആ റസൂൽ അള്ളാഹുവായി. ആ പഴയ മുഹമ്മദ് അള്ളാഹു ആയിക്കൊണ്ട്, അതാ മുഹമ്മദ് റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊണ്ട് ഇതാ ലോകത്ത് അവതരിച്ചിരിക്കുന്നു.
ആ റസൂലുള്ളാഹിൽ നിന്ന് പിറന്ന എന്താണ് ജന്മം എടുത്തതാണ് ഈ ഇസ്ലാം ശരീഅത്ത്. ആ ഹിറാ ഗുഹയിൽ നിന്ന് ബിസ്മി റബ്ബിക്കല്ലദീ ഖലക്കൽ ഇൻസാന എന്ന് പറഞ്ഞത്. ഇഖ്റ ബിസ്മി, നീ വായിച്ചറിയുക ബിസ്മില്ലാഹിയെ. ആ ബിസ്മില്ലാഹിയെ നീ വായിച്ചറിയുന്നത് ഖലക്കൽ ഇൻസാന മിൻ ഖലഖ. ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യല്ലേ, ആ ബീജത്തിൽ നിന്ന് മാംസപിണ്ഡത്തിൽ നിന്ന് ദൃശ്യമായ മുളച്ച് വികസിച്ച് രൂപപ്പെട്ടു വന്ന ആ ഇൻസാനെ അറിയുക, അതാണ് നീ എന്ന് പറഞ്ഞ് അതിനെ വായിച്ച് അറിയുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി വായിച്ച് മനസ്സിലാകുന്നില്ല, വീണ്ടും വായിച്ച് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖിനെ വായിച്ച് 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 ആ ബിസ്മില്ലാഹിയെ ആണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിയാണ് നോക്കി വായിക്കുന്നത്. വായിച്ച് വായിച്ച് ചെറുങ്ങനെ മനസ്സിലായി. പിന്നെയും പിന്നെയും വായിച്ച് പൂർണ്ണമായി മനസ്സിലായി അത് താൻ തന്നെ, ഞാൻ തന്നെയാണ് ഈ ബിസ്മില്ലാഹി. എന്താ ഇസ്മുൽ അഅ്ളം, അള്ളാഹുവിന്റെ മുദ്രയാണ്, സീലാണ്, തെളിവാണ്, ഞാനാണ് ആ ബിസ്മില്ലാഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നറിഞ്ഞ് വിഭ്രാന്തി പൂണ്ട്. റസൂലുള്ളാഹിക്ക് സഹിക്കാനോ വഹിക്കാനോ പറ്റാതെ വിഭ്രാന്തി പൂണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി ഖദീജയുടെ വീട്ടിൽ ചെന്ന് ജമ്മിലൂനി ഖദീജ, ജമ്മിലൂനി ഖദീജ, ജമ്മിലൂനി ഖദീജ, എന്നെ പൊതിപ്പിച്ചു തരൂ ഖദീജ എന്ന് പറഞ്ഞ് ഖദീജയും ബേജാറായി. ഖദീജയും വെപ്രാളത്തിൽ എന്ത് പറ്റി എന്റെ പ്രിയതമന് എന്ന് മനസ്സിലാവാതെ ഖദീജ പല ഓരോ മതത്തിലുള്ള പല മഹാത്മാക്കളെയും ചെന്ന് കണ്ട് ഈ വിഷമാവസ്ഥ പറഞ്ഞു. അപ്പൊ നല്ലതിന്റെ ലക്ഷണമാണെന്നൊക്കെ അവർ സമാധാനിപ്പിച്ചു ഖദീജയെ. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് അവിടെ തന്നെ മൂടി പൊതിച്ച് കിടന്ന് അപ്പൊ റസൂലുള്ളാഹിക്ക് ആ ബിസ്മില്ലാഹിയിലൂടെ സാഹിത്യ കൽമിലൂടെ റസൂലുള്ളാഹി സഞ്ചരിച്ചു കൊണ്ട്, അതാ മിഹ്റാജ്. ആ മിഹ്റാജിലും ആ കാഴ്ചയിലും അതിലൂടെ സഞ്ചരിച്ച് റസൂലുള്ളാഹിക്ക് നോർമലായി ആ യാഥാർത്ഥ്യം ഞാൻ തന്നെയാണെന്ന് ബോധ്യമായി. അങ്ങനെ റസൂലുള്ളാഹി സമാധാനമായി. ഞാൻ അല്ലാഹ് തന്നെ, റസൂലുള്ളാഹി തന്നെ, ഞാനും സകലരും അത് തന്നെയെന്ന് മനസ്സിലായി. അപ്പോഴാണ് സന്ദേശം പറഞ്ഞത്, നീ ജനങ്ങളോട് ചെന്ന് പറയാന്ന്. ജനങ്ങളോട് ചെന്ന് പറഞ്ഞ് ഞാൻ അല്ലാഹ് എന്നോ നിങ്ങൾ അല്ലാഹ് എന്നോ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മുഹമ്മദേ നീയും നമ്മൾ അള്ളയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ എന്ത് മാറ്റം വരുത്താനാ, നീ നമ്മളനുസരിച്ചോ എന്ന് പറയും. അപ്പൊ അത് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി തന്ത്രം ഉപയോഗിച്ചവിടെ നിങ്ങള് ആ പെണ്ണ് പിടിക്കാനും കള്ളു കുടിക്കാനും എന്താണ് തോന്നിയത് പ്രവർത്തിക്കാനും പറ്റൂല. സഹജീവികളെ സഹായിക്കുകയും രക്ഷിക്കുകയും അവരുടെ തൃപ്തിയിലും സന്തോഷത്തിലും സംരക്ഷണവും നൽകുകയാണ് വേണ്ടത്. ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ എങ്ങനെയാ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പടിപടിയായിട്ട് എങ്ങനെ ഓരോ വിഷയം സംസാരിക്കണം, എങ്ങനെ കൈകൊണ്ട് പ്രവർത്തിക്കണം, എങ്ങനെ കാലുകൊണ്ട് വലത് കാല് വെച്ച് ആദ്യം നടക്കണം, വലത് കൈ കൊണ്ട് പ്രവർത്തിക്കണം, എന്ത് ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി ചെല്ലണം, ബിസ്മില്ലാഹി കണ്ട് പറയണം കേട്ടോ. ബിസ്മി അള്ളാഹു ആണെന്ന്, ബിസ്മില്ലാഹി അള്ളാഹു ആണെന്ന് എന്ന് പറയണമെന്ന് പറയാം. പക്ഷെ നിങ്ങൾ ചെല്ലലുള്ളൂ. ബിസ്മില്ലാഹി കണ്ടില്ലല്ലോ, ഇപ്പം കണ്ട്. ഓക്കെ, ഇവിടെ വന്നപ്പോ കണ്ട് വാവ കാണിച്ചു തന്നെ ബിസ്മി. അത് റസൂലുള്ളാഹിയാണ്, റസൂലുള്ളാഹിയാണ്. അതാണ് ഖുർആൻ. ആ ബിസ്മില്ലാഹിയുടെ വിശദ വിവരമാണ് ഫാത്തിഹ എന്നും ആ ബിസ്മില്ലാഹിയും ഫാത്തിഹയും ബാബയാണെന്നും കാണിച്ചു തന്നെ. ഇപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി അവരെ അനുസരിപ്പിച്ച് അവരുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും സഹജീവികൾക്കും എല്ലാം സഹായം രക്ഷകരുമായ നല്ല രൂപത്തിലേക്ക് വികസിപ്പിച്ച് മനുഷ്യരെ സംസ്കരിച്ച് നന്നാക്കി കൊണ്ടുവന്നാണ് ശരീഅത്ത്.
ഇതനുസരിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ തിരഞ്ഞു പോകണം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം. നേരത്തെ പറഞ്ഞവര് അള്ളാഹും റസൂലും ഫഅലമു അന്ന ഫിക റസൂലുള്ളാ, അള്ളാഹും പരമാത്മായ അള്ളാഹും ആ അള്ളാഹുവിന്റെ ദൂത് നടത്തുന്ന നിന്റെ ശരീരവും റസൂലുമാണ്. അള്ളാഹും റസൂലും നിന്നിലിരിക്കെ നീയാണ് അള്ളാഹും റസൂലും എന്നറിഞ്ഞ് ആ അള്ളാഹുവിന്റെ മാത്രം പ്രവൃത്തിയെ എല്ലാവരും അള്ളാഹും റസൂലും ഈശ്വരനും ആ ശിവാവതാരം ഈശ്വരനാണ്, എല്ലാവരും ആ അള്ളാഹുവാണ് എല്ലാവരും എന്ന് കണ്ടറിഞ്ഞ് എല്ലാവരും ആ ദൈവത്തിന്റെ തൃപ്തിയിലും ആ എല്ലാ സ്വരൂപത്തിലൂടെയും വെളിവാകുന്ന പരമാത്മായ ദൈവത്തിന്റെ തൃപ്തിയിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അള്ളാഹുവിന്റെ സന്തോഷത്തിലും ആയി നിങ്ങൾ ജീവിക്കുമ്പോൾ ആണ് നിങ്ങൾക്ക് സ്വർഗം സംജാതമാകുന്നത്, ഇവിടെ വൈകുണ്ഠം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം കണ്ട് അറിഞ്ഞ് അതിലേക്ക് ഉയർന്ന് ആ യാഥാർത്ഥ്യമായി തീരുക മക്കളെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.